ഈ സാധുവിനെ പ്രവേശിക്കാൻ എന്താണ് കൊണ്ടുപോകാനുള്ളത് എന്ന പേടി അത് എന്നെ വളരെ അവസരപ്പെടുകയാണ്, സന്തോഷിപ്പിക്കുകയാണ്. മണ്ണാർക്കാട് കുമരപുത്തൂർ മഹലിൽ 30 വർഷത്തെ സേവനം പൂർത്തിയാക്കി മഹലിൽ നിന്നും വിട പറയുന്ന CP അബൂബക്കർ ഫൈസിക്ക് കുമരപുത്തൂർ മഹല്ല് കമ്മിറ്റി നൽകുന്ന വികാരോജ്വലമായ ഒരു യാത്രയപ്പ് യോഗത്തിൻ്റെ വീഡിയോയാണ് ഇത്. ഞാൻ അബു മണ്ണാർക്കാട്. നിങ്ങൾക്ക് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം ഈ നാട്ടിലെ പ്രമുഖരായ ഒരുപറ്റം ജനങ്ങളുടെ അകമ്പടിയോടുകൂടി മർഹൂം AP മുഹമ്മദ് മുസ്ലിയാരുടെ കബറിടത്തിൽ സിയാറത്ത് ചെയ്തുകൊണ്ടാണ് ഇവർ യാത്രയപ്പ് യോഗം നടക്കുന്ന വേദിയിലേക്ക് പുറപ്പെടുന്നത്. മർഹൂം AP മുഹമ്മദ് മുസ്ലിയാരുടെ കബറിടത്തിൽ സിയാറത്ത് ചെയ്തതിനു ശേഷം അവർ ഒന്നടങ്കം അവർ മഹല്ല് പുതിയ ഖാദിയും അതുപോലെ മഹല്ല് കമ്മിറ്റികളും നാട്ടുകാരും എല്ലാവരും കൂടി ഈ ഉസ്താദിനെ യോഗം നടക്കുന്ന വേദിയിലേക്ക് ഒരു കുട്ടികളുടെ ദഫിൻ്റെയൊക്കെ അകമ്പടിയോടുകൂടിയാണ് അവർ യോഗം നടക്കുന്ന വേദിയിലേക്ക് ആനയിക്കുന്നത്. നിരവധി പ്രമുഖരായ വ്യക്തികളും അതുപോലെ തന്നെ മണ്ണാർക്കാട് MLA പാണക്കാട് ഷാബിക് അലി ശിഹാബ് തങ്ങൾ, മറ്റു മഹല്ലിലെ ഖാദിമാർ, അതുപോലെ ഈ മഹല്ലിലെ എല്ലാ ജനങ്ങളും, എല്ലാ സമൂഹത്തിൽ നിന്നുള്ള ജനങ്ങളും അണിനിരന്നുള്ള ഒരു വികാരോജ്വലമായ യാത്രയപ്പാണ് ഈ CP അബൂബക്കർ ഫൈസിക്ക് ഇവിടെ നൽകുന്നത്. അപ്പോൾ കുട്ടികൾ ദഫിൻ്റെ അകമ്പടിയോടുകൂടിയാണ് ഇദ്ദേഹത്തെ വേദിയിലേക്ക് ആനയിക്കുന്നത്. വികാരോജ്വലമായ ഈ ഒരു യാത്രയപ്പ് അത്യപൂർവമായ ഒരു സംഭവം തന്നെയായിട്ടാണ് ഇവിടെ ഈ യോഗത്തിൽ പങ്കെടുത്ത പലരും അഭിപ്രായപ്പെട്ടത്. വികാരോജ്വലമായ ഈ യാത്രയപ്പ് യോഗത്തിൽ ഉസ്താദിൻ്റെ നന്ദി പ്രസംഗത്തിൽ ഒന്നടങ്കം തേങ്ങുന്ന ഈ മഹൽ നിവാസികളുടെ വീഡിയോ നിങ്ങൾ തുടർന്ന് കാണുക. പ്രിയപ്പെട്ടവരെ, മതവൈജ്ഞാനിക സാമൂഹിക മുന്നേറ്റത്തിന് കുമരംപുത്തൂർ മഹലിൽ കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലം നേതൃത്വം നൽകിയ ആദരണീയരായ ഗുരുവര്യർ ഉസ്താദ് CP അബൂബക്കർ ഫൈസി അവർക്ക് കുമരംപുത്തൂർ മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൽകപ്പെടുന്ന യാത്രയപ്പ് സംഗമത്തിലാണ് നാം ഏവരും ഒരുമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് വികാരഭരിതമായ ഒരു സദസ്സു കൂടിയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഈ മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ ഈ വലിയ സഞ്ചയത്തെ ഒരുമിച്ച് കൂട്ടിയാണ് നമ്മൾ ഈ വലിയൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ ഉസ്താദിൻ്റെ യാത്രയുമായി ബന്ധപ്പെട്ട് വളരെ സുദീർഘമായൊരു ആമുഖ പ്രഭാഷണം ഇവിടെ നടന്നു. കാര്യങ്ങളൊക്കെ സുഹൈൽ റഹ്മാനി അവർ വിശദീകരിക്കുകയും ചെയ്തു. ഇൻഷാ അല്ലാഹ് ഇനിയും ആശംസകളും മുഖ്യപ്രഭാഷണം നടക്കുകയാണ്. അപ്പോൾ സ്വാഗത പ്രസംഗം എന്നിൽ അർപ്പിതമായ വിഷയം മാത്രം അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ ഇവിടെ വാങ്ങാം. സ്റ്റേജിൽ ഉപവിഷ്ടരായിട്ടുള്ള നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, എല്ലാവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ 1-2 വാക്ക് മാത്രം പറയണം. കാരണം ഇനിയും കുറേ ആളുകൾ പ്രസംഗിക്കാണ്ട് സമയം പെട്ടെന്ന് വഴുകിപ്പോയി. അപ്പം അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ പ്രസംഗിക്കുന്നില്ല. അദ്ദേഹം 30 കൊല്ലം കഴിഞ്ഞ് ഇവിടുന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് വിട്ടുപോവുകയാണ്. എല്ലാവരോടും ആത്മാർത്ഥമായി സഹകരിച്ചുകൊണ്ടും നമ്മൾ അവരെയൊക്കെ സഹകരിച്ചുകൊണ്ടും നല്ല നിലയിൽ പോകാൻ ശ്രമിക്കുന്നു. അള്ളാഹു അദ്ദേഹത്തിന് ഭാഗ്യം നൽകട്ടെ എന്ന് ഞാൻ പറയുകയാണ്. പോകുന്നിടത്തും നല്ല ഉത്തരവാദിത്വത്തോടെ ജീവിക്കുവാൻ അള്ളാഹു അദ്ദേഹത്തെ സഹായിക്കട്ടെ എന്ന് ഞാൻ അനുഗ്രഹിക്കുകയാണ്. പിന്നെ ഈ പ്രൗഢമനോഹരമായ ഈ സദസ്സിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു മണ്ണാർക്കാടിന്റെ പ്രിയങ്കരനായ MLA അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ സാഹിബിനെ അധ്യക്ഷന് വേണ്ടി സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ ഹബീബും ഖാദിയും ഒക്കെയായി പ്രവർത്തിച്ച് 3 പതിറ്റാണ്ട് കാലം നിങ്ങളിൽ ഒരുവനായി, നിങ്ങൾക്ക് ഏറെ പ്രിയങ്കരനായി പ്രവർത്തിച്ച ഒരാൾ, ഇത്രയേറെ ആളുകൾ, സഹോദരങ്ങളും സഹോദരിമാരും ഒക്കെ ചേർന്ന് ഒരു യാത്രയപ്പ് കൊടുക്കാന്നുള്ളതും വളരെ അപൂർവമാണ്. നമ്മളൊരുപാട് ഇത്തരം യാത്രയപ്പ് സമ്മേളനങ്ങളൊക്കെ കാണുന്നുണ്ട്. ഈ മദ്രസയുടെ അങ്കണം മുഴുവനും നിറഞ്ഞു കവിയുന്ന വിധം ആളുകൾ താല്പര്യപൂർവ്വം കടന്നു വന്നത് അബൂബക്കർ ഫൈസിയുടെ പ്രത്യേകത കൊണ്ട് തന്നെയാണ്. 3 പതിറ്റാണ്ട് കാലം
ഈ പ്രദേശത്തെ മഹല്ലത്തിന് ഇവിടുത്തെ വിശ്വാസികൾക്ക് വെളിച്ചമായി നിന്നു. ഇവരെ നല്ല രീതിയിൽ നയിച്ചു. ഓരോ സംഘർഷങ്ങൾ പോലും രൂപപ്പെടാവുന്ന ഘട്ടങ്ങളിൽ അതിലിടപെട്ട് തന്റെ ഉത്തരവാദിത്വം നിർവഹിച്ചു. വിശ്വാസികൾ തമ്മിൽ കലഹിക്കുന്ന, വിശ്വാസികൾ തമ്മിൽ സംഘടനത്തിൽ ഏർപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടാകരുത്, നാട്ടിലെ സമാധാനത്തിന് ഭംഗമുണ്ടാകരുത് എന്ന് മുൻകൂട്ടി കണ്ടതിൽ ഇടപെട്ട് അങ്ങനെയൊക്കെ മാതൃകാപരമായി പ്രവർത്തിച്ച ഒരു പണ്ഡിതനാണ്. 3 പതിറ്റാണ്ട് കാലത്തെ സേവനത്തിന് ശേഷം ഇവിടെ നിന്ന് വിട പറയുന്നു. അഭിനന്ദനായ അബൂബക്കർ ഫൈസിക്ക് ഇവിടെ നിങ്ങൾ എല്ലാവരും സ്നേഹ ബഹുമാന ആദരവുകളാണ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഞാനും പങ്കുചേരുന്നു. ഒരു മഹല്ലിൽ 30 വർഷം ദീനീ സേവനം നടത്തുക എന്നുള്ളത് ഒറ്റപ്പെട്ട സംഭവമല്ലെങ്കിലും അപൂർവമായ അത്തരത്തിലുള്ള ആളുകളെ കാണാൻ കഴിയും. പക്ഷെ പലപ്പോഴും 10, 40, 50 വർഷം നിന്നാലും പിരിഞ്ഞു പോകുമ്പോൾ ഇത്ര ഹൃദ്യമായ ഒരു യാത്രയപ്പ് ചിലപ്പോൾ അത്തരം ആളുകൾക്കൊന്നും ലഭിക്കാറില്ല. കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ വ്യാഴാഴ്ച മഗ്‌രിബ് നമസ്കാരാനന്തരം നമ്മുടെ പള്ളിയിൽ വെച്ചുകൊണ്ട് തുടങ്ങുകയാണ്. പരിപാടി ഇനി തങ്ങളുടെ ഉദ്ഘാടനമുണ്ട്. തുടർന്ന് 1-2 ആശംസ കഴിഞ്ഞാൽ, പക്ഷേ ഒറ്റ വാക്ക് എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉസ്താദ് 30 കൊല്ലം അദ്ദേഹം ഈ മണ്ണിലൂടെ നടന്ന് ഈ മണ്ണിൻ്റെ ഓരോ സ്പർശങ്ങളും അദ്ദേഹത്തിൻ്റെ കാഴ്ചവെട്ടിലുണ്ട്. നമുക്കൊരിക്കലും അദ്ദേഹം ഇങ്ങനൊരു യാത്ര ചോദിക്കുമെന്ന് അടുത്ത കാലത്തും നമ്മളാരും ചിന്തിച്ചതല്ല, പ്രത്യേകിച്ച് എന്നെ പോലെയുള്ള ആളുകൾ. കാരണം അദ്ദേഹത്തെ അങ്ങനെ പെട്ടെന്ന് ഹൃദയത്തിൽ നിന്ന് പിടിച്ചു മാറ്റാൻ നമുക്കാർക്കും കഴിയില്ല. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിരിക്കും. പെരുന്നാളിന് അദ്ദേഹം എല്ലാവരെയും ഒന്ന് ആലിംഗനം ചെയ്യാൻ വേണ്ടി നമ്മുടെ പള്ളിയിൽ അദ്ദേഹം അത് പറയുകയും എല്ലാ ആളുകളും അദ്ദേഹത്തെ ആലിംഗനം ചെയ്തൊരു വീഡിയോ പ്രിയപ്പെട്ട അബു അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്നേഹം തന്നു, ഒരുപാട് നമുക്ക് ദീൻ പറഞ്ഞു തന്നു, ഒരുപാട് ആളുടെ വേദന മാറ്റി. എല്ലാവരുടെയും ഹൃദയത്തിലാണ് ഉസ്താദുള്ളത്. ഒരിക്കലും ആ ഹൃദയത്തിൽ നിന്ന്, ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾക്ക് പോകാൻ കഴിയില്ല. നിങ്ങൾ എവിടെ പോയാലും ഞങ്ങളുടെ ഹൃദയത്തിന്റെ മാലിന്യ കൊട്ടാരത്തിൽ ബഹുമാനപ്പെട്ട ഉസ്താദെ നിങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ 2 വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഉസ്താദ് ഹബീബ് ഫൈലെ കോട്ടപ്പാടം ഏതാനും ചില വാക്കുകളിൽ ആശംസകൾ അർപ്പിക്കുന്നു. അധ്യക്ഷന് വേണ്ടി സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ മഹല്ലിലെ ഓരോ മണൽത്തരികൾക്കും ആത്മബന്ധം ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള നിസ്വാർത്ഥമായ സേവനം കാഴ്ചവെച്ച ഒന്നിനായ നമ്മുടെ ഉസ്താദ് താൽക്കാലികമായി മറ്റൊരു സ്ഥലത്തേക്ക് സേവനം മാറിപ്പോകുന്നതുമായി ബന്ധപ്പെട്ട ഒരു യാത്രയയപ്പ് ചടങ്ങ്. ഒരുപക്ഷെ സമീപകാലങ്ങളിൽ ഒരു മഹലിൽ നിന്ന് സേവനം അവസാനിപ്പിച്ചുകൊണ്ട് മറ്റൊരു മഹലിലേക്ക് മാറിപ്പോകും. ഇത്ര വലിയ ഒരു ജനാരവം സംഘടിച്ചുകൊണ്ട് ആ ഇൽമിന്റെയും ജീവിത വിശുദ്ധിയുടെയും മാഹാത്മ്യം പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന രീതിയിലുള്ള ഒരു യാത്രയപ്പ് ഒരുപക്ഷെ സമീപകാലങ്ങളിൽ ഇത് ആദ്യത്തേതായിരിക്കും. മുസ്തഫ വറുണൻ സാഹിബ് ചുരുക്കിയ വാക്കുകളിൽ ആശംസകൾ അർപ്പിക്കുന്നു. അധ്യക്ഷന് വേണ്ടി സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ ഉസ്താദ് ഇവിടുന്ന് പോകുമ്പോൾ ഒരുപാട് നമ്മുടെ പ്രദേശത്തിന് വേണ്ടി ഒരുപാട് ഗുണങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇനി പോകുന്ന ഭാഗത്തും വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. യാത്രയപ്പ് സംഗമത്തിന് പാണക്കാട് സയ്യിദ് സാബിത്ത് അലി ശിഹാബ് തങ്ങൾ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. അധ്യക്ഷന് വേണ്ടി സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ അനുഗ്രഹീതമായ ഒരു ആദരിക്കൽ ചടങ്ങിലാണ് മഹല്ലത്തിലെ ജാതി മത വ്യത്യാസം കൂടാതെ എല്ലാവരും ഇവിടെ ഒരുമിച്ച് പോയിട്ടു. 30 വർഷക്കാലത്തോളം
ഈ മഹല്ലത്തിൻ്റെ എല്ലാ സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും സങ്കടങ്ങളിലും വിഷമങ്ങളിലും നിങ്ങളോടുകൂടെ ചേർന്ന മഹാനായ ഉസ്താദുകൾ നിങ്ങൾ നൽകുന്ന ഈ ആദരവ് ഏറെ അത്ഭുതം കൊടുക്കുന്ന രീതിയിലാണ് ഇവിടെ നോക്കി നിൽക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓരോരുടെ വാക്കുകളിലും പ്രവർത്തനങ്ങളിലും ആ ഒരു സ്നേഹത്തിൻ്റെ അളവുകളിലെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. മഹാനായ ഉസ്താദിനെ നിങ്ങൾ യാത്രയാക്കുന്നത് എത്രമേൽ സങ്കടത്തിലാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ നൽകുന്ന ഈ സ്വീകരണമായ എല്ലാ പണ്ഡിതന്മാരെ സംബന്ധിച്ചു ആ നാട്ടിൽ 35 വർഷമൊക്കെ ജോലി ചെയ്യുമ്പോൾ ചെറിയ ചെറിയ മുറിവുകളൊക്കെ പല ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അതിനു പോലും ഇടവരുത്താതെ എല്ലാവരെയും മനസ്സിൽ നിന്നാണ് മഹാനായ ഉസ്താദുകളെ പറിച്ചു കാണാൻ പോകുന്നത് എന്നതാണ് ഈ വേദികൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ആ സ്നേഹം കരുതലും ഉസ്താദിനോട് നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് തിരിച്ച് ഉസ്താദിനോട് ഒന്നും ഉണ്ടാകിരിക്കുന്നത് തന്നെയാണ് ഈ സ്നേഹത്തിന്റെ ആഴത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഉസ്താദ് CP അബൂബക്കർ ഫൈലി ഉസ്താദ് അവർക്കുള്ള ഉപഹാര സമർപ്പണം നടക്കുന്നു. ആദ്യമായി മുഈനുൽ ഇസ്ലാം സംഘം കുമരപുത്തൂർ മഹല്ല് കമ്മിറ്റി നൽകുന്ന ഉപഹാരം നൽകുന്നതിന് വേണ്ടി മഹല്ല് ഭാരവാഹികളെയും സ്വീകരിക്കുന്നതിന് വേണ്ടി ഉസ്താദ് അവർകളെയും സാദരം ക്ഷണിക്കുന്നു. അടുത്തത് സമരസ്ത കേരള സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ കുമരപുത്തൂർ പള്ളിക്കുന്ന് ശാഖ കമ്മിറ്റി നൽകുന്ന ഉപഹാരം നൽകുന്നതിന് വേണ്ടി ശാഖാ പ്രസിഡന്റ് ഉസ്മാൻ മുസ്ലിയാരെയും സ്വീകരിക്കുന്നതിന് വേണ്ടി ഉസ്താദിനെയും സാദരം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സുബ്രഹ്മണ്യൻ ചന്ദ്രൻ നൽകുന്ന ഉപഹാരം ഇരുവരെയും വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അബ്ദുൽ മുസ്ലിയാർ ഓർമ്മക്ക് CD കോയത്തങ്ങൾ നൽകുന്ന ഉപഹാരം. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സുന്നി യുവജന സംഘം കുമരപുത്തൂർ ശാഖ കമ്മിറ്റി നൽകുന്ന ഉപഹാരം ശാഖ ഭാരവാഹികളെ സാദരം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. മദ്രസ സ്റ്റാഫ് അസോസിയേഷൻ നൽകുന്ന ഉപഹാരം. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. റിയാദ് കുമരപുത്തൂർ മഹല്ല് കമ്മിറ്റിക്ക് വേണ്ടി നൽകുന്ന ഉപഹാരം. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. കുമരപുത്തൂർ UAE കമ്മിറ്റി നൽകുന്ന ഉപഹാരം UAE കമ്മിറ്റി ഭാരവാഹികളെ സാദരം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. മഹ്ഫിൽ പണറൂട്ടിൽ നൽകുന്ന ഉപഹാരം. തെക്കേക്കര സൗഹൃദ കൂട്ടായ്മയ്ക്ക് വേണ്ടി തോമസ് മാസ്റ്റർ നൽകുന്ന ഉപഹാരം. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. മദ്രസ പടി യുവ കൂട്ടായ്മ നൽകുന്ന ഉപഹാരം. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. MTS പൂർവ്വ വിദ്യാർത്ഥികൾ നൽകുന്ന ഉപഹാരം.
അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇനി ഒരു ഭാഗത്തു നിന്നുള്ള നോട്ടുമാലകൾ ഉസ്താദിനെ സമർപ്പിക്കുന്നു. തെക്കേക്കര സൗഹൃദ കൂട്ടായ്മയുടെ നോട്ടുമാല. വൈഷൻ ആയിഷ ബീവി മക്ക നൽകുന്ന നോട്ടുമാല. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സൗദിയിലില്ല പ്രവാസി കൂട്ടായ്മയുടെ വക ക്യാഷ് അവാർഡ്. മണ്ണറോട്ടിൽ മുഹമ്മദ് ഹാജി വക ബഹാരം മകൻ റഷീദ് നൽകുന്നു. റഫീഖ് നൽകുന്നു. സൗദ് പള്ളിക്കുന്ന് സ്ത്രീകളുടെ വക നോട്ടുമാല. ചെട്ടിക്കാട് ഗ്രൗണ്ട് വക ക്യാഷ് അവാർഡ് നൽകുന്നതിന് വേണ്ടി സലീം തോട്ടുകൽ. പള്ളി പരിസരത്തുള്ള സ്ത്രീകൾ നൽകുന്ന നോട്ടുമാല. മിസ്ബാഹുൽ ഹുദ ഹയർ സെക്കൻഡറി മദ്രസയിൽ ഈ വർഷത്തെ പൊതുപരീക്ഷയിൽ ടോപ്പ് പ്ലസ് നേടിയവർക്കുള്ള ഉപഹാരം ബഹുമാനപ്പെട്ട തങ്ങൾ അവരുകൾ നൽകുന്നു. 7ാം ക്ലാസ്സിൽ ആദിൽ എൻ, തമന്ന താജ്, റിയ ഫാത്തിമ VS, ഫാത്തിമ നിസാന KP. 10ാം ക്ലാസ്സിൽ നജ ഫാത്തിമ എൻ, 7ാം ക്ലാസ്സിൽ ഫാത്തിമ നിസാന KP. 7ാം ക്ലാസ്സിൽ ഫാത്തിമ നിസാന. 10ാം ക്ലാസ്സിൽ നജ ഫാത്തിമ എൻ. +2 അൻസിന. ഉടവന്തോട് മദ്രസയിലേക്കുള്ള സ്മാർട്ട് ക്ലാസ്സിലേക്ക് ആവശ്യമായ LCD ആമ്പാടത്ത് ഇബ്രാഹിം ഹാജി വക മദ്രസ പ്രസിഡന്റ് മുഹമ്മദ് അലി ഫൈസിക്ക് ബഹുമാനപ്പെട്ട സയ്യിദ് സാബിഖ് അലി ഷാബ് തങ്ങൾ നൽകുന്നു. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി മുഹമ്മദ് അലി ഫൈസി അവരെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. കർമ്മ പദത്തിൽ 3 പതിറ്റാണ്ട് കാലം വജ്രശോഭയോടെ നിലകൊണ്ട ഈ നാടിന്റെ ജനഹൃദയങ്ങൾ കീഴടക്കിയ അഭിവന്യ ഗുരു മുഹഖിഖുൽ ഉലമ കുമരപുത്തൂർ AP ഉസ്താദിന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ ശിരസാവഹിച്ചുകൊണ്ട് മഹലിന്റെ മുന്നേറ്റത്തിന് നേതൃത്വം നൽകിയ ഉസ്താദ് CP അബൂബക്കർ ഫൈലി യാത്രയയപ്പ് സംഗമത്തിന് മറുപടി പ്രസംഗം നിർവഹിക്കുന്നു. അധ്യക്ഷന് വേണ്ടി സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേദിയിലുള്ള മറ്റ് പണ്ഡിതന്മാരെ, ഈ നാട്ടിലെ ബഹുവന്യരായ എൻ്റെ കാരണവന്മാരെ, വിവിധ മഹല്ലുകളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതരെ, സഹോദരന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, പെങ്ങന്മാരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ,
ഇവിടെ നേരത്തെ തന്നെ എത്തിച്ചേർന്ന എൻ്റെ സഹോദര സമുദായ അംഗങ്ങൾ, ഇവിടെ എനിക്ക് ഉപഹാരം സമർപ്പിച്ച പ്രിയപ്പെട്ട സഹോദരന്മാർ, അവർക്കെല്ലാവർക്കും ഞാൻ എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ നൽകുകയാണ്. കഴിഞ്ഞ കാല അവർ നൽകിയ സ്നേഹം ആദ്യമായി ഞാൻ അനുസ്മരിക്കുകയാണ്. അവരുടെയൊക്കെ അച്ഛന്മാരിപ്പോൾ ഇവിടെ സംബന്ധിച്ചിട്ടുള്ള സഹോദരന്മാരുടെ അച്ഛന്മാരും അച്ഛച്ചന്മാരൊക്കെ എന്നെ വളരെ സ്നേഹിക്കുകയും നല്ല വാക്കുകൾ കൊണ്ട് എന്നെ സന്തോഷിപ്പിക്കുകയും ചെയ്തവരാണ്. അപ്പൊ ആ സ്നേഹബന്ധം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ അച്ഛന്മാർ പലരും മരിച്ച ശേഷം ഞാൻ അവരുടെ വീട് സന്ദർശിക്കുകയും അവരുടെ ഭൗതികമായ ജഡം കാണുകയും അതുപോലെ തന്നെ അവരുടെ ഒക്കെ പല കല്യാണമടക്കമുള്ള സന്തോഷവേളകളിലൊക്കെ എന്നെ സഹായിക്കുകയും സ്നേഹത്തോടെ ക്ഷണിക്കുകയും പലതിലും ഞാൻ സംബന്ധിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ആ സ്നേഹത്തിന്റെ ഭാഗമാണ് അവരുടെ പിതാക്കന്മാരും പൂർവ്വപിതാക്കന്മാരും ഒക്കെ എനിക്ക് തന്ന സ്നേഹത്തിന്റെ ഭാഗമായിട്ടാണ് മുസ്ലിം സഹോദരന്മാർ ഇവിടെ എത്തിയിട്ടുള്ളത്. ഞാൻ ഒരിക്കൽ കൂടി സ്നേഹാഭിവാദ്യം നൽകുന്നു. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഇത് നിങ്ങളോടുള്ള എൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ വിടവാങ്ങലാണ്. 30 വർഷമാണ് എൻ്റെ ഔദ്യോഗിക ജീവിതമെങ്കിലും കുമരംപുത്തൂരിന്റെ ബന്ധം അതിൻ്റെയും 5 വർഷം മുമ്പ് ഞാൻ ആരംഭിച്ചിട്ടുണ്ട്. 35 വർഷത്തെ ബന്ധം ഈ പ്രിയപ്പെട്ട നാടിനോട് എനിക്കുണ്ട്. പോകുക എന്നുള്ളത് ഞാൻ ഈ മഹലിന്റെ ഗുണം ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ്. മറ്റാരെങ്കിലും വരണം, ഇവിടത്തെ വികസനത്തിന് എന്റെ നിലനിൽപ്പ് തടസ്സമാവണമെങ്കിൽ ആവാൻ പാടില്ല. എന്റെ മഹലിന്റെ പുരോഗതി എന്നെ കൊണ്ട് ഒരിക്കലും തടസ്സപ്പെടാൻ പാടില്ലെന്ന നല്ല സതുദ്ദേശത്തോടു കൂടി തന്നെയാണ്. അതുപോലെ തന്നെ കുറച്ച് വർഷങ്ങളൊക്കെ ഉണ്ട് പരസ്പരം പരിചയപ്പെടുമ്പോ, ബന്ധങ്ങളൊക്കെ സുദൃഢമാകുമ്പോ ഉസ്താദ് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകണമെന്ന് മനസ്സിലുണ്ടാകും. പക്ഷെ എങ്ങനെയാ പറയുക? ഇങ്ങനെ ഒരു സംശയം എനിക്ക് എങ്ങനെയാ പറയാതൊന്ന് പോയി കിട്ടിയാൽ മതി എന്ന് മനസ്സിലുണ്ടാകുമല്ലോ. അങ്ങനെയുണ്ടെങ്കിൽ ആ ശങ്ക തീർക്കണം എന്നുള്ള നിലക്കാണ് പലപ്പോഴും പറയാം. പിന്നെ അങ്ങനെ നിർബന്ധിച്ചുകൊണ്ട് നിർത്തുന്നു, ഞാൻ വീണ്ടും ഇവിടെ തുടരും. അങ്ങനെയാണ് ഇതുവരെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നല്ലാതെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി 1 മാസം പോലും ഇവിടെ മുന്നോട്ട് പോകണമെന്ന് ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഈ നാടിന്റെ മഹലിന്റെ നന്മ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അങ്ങനെ ഇതുവരെയും നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ 35 വർഷത്തെ സുദൃഢമായ ബന്ധം, 30 വർഷത്തെ ആ ഔദ്യോഗികമായിരിക്കുന്ന ജീവിതം, അത് ഞാൻ നിങ്ങളോട് അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ സ്നേഹത്തോടും ആദരവോടും കൂടി നൽകിയ ഈ യാത്ര ആപ്പിൽ വെച്ച് നിങ്ങളോട് വിട പറയുകയാണെങ്കിൽ തുടക്കം മുതൽ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. ഞാൻ ഇപ്പൊ നിങ്ങൾ സംഘടിപ്പിച്ച ഈ മഹത്തായ ആദരവ് ചടങ്ങിന്, യാത്ര അയക്കൽ ചടങ്ങിന് ഒരിക്കലും അർഹനാണ്, യോഗ്യനാണ് എന്ന് ഒരിക്കലും എനിക്ക് വിശ്വാസമില്ല. എന്നെ ഭയപ്പെടുത്തുന്നത് മറ്റൊന്നുമല്ല. ആമുഖ പ്രഭാഷണത്തിൽ ഇവിടെ പറഞ്ഞു, ഇവിടെ ദർസ് നടത്തിയത് വലിയ മുഹദ്ദിഖായ പണ്ഡിതനും സ്വാത്വികനുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട താഴക്കോട് കുഞ്ഞലവി മുസ്ലിയാർ, അനനല്ലൂർ ഹസൻ മുസ്ലിയാർ, മൂസക്കുട്ടി മുസ്ലിയാർ, എന്റെ അഭിമന്യ ഗുരു ബഹുമാനപ്പെട്ട MC അബ്ദുള്ള മുസ്ലിയാർ തുടങ്ങിയ മുഖലിസീങ്ങളും മുത്തഖീങ്ങളും ഇൽമിന്റെ ബഹറുകളുമായിരിക്കുന്ന ആളുകളാണ്. അവരിന്ന് നമ്മോടൊപ്പമില്ല, മണ്ണിന്റെ ചുവട്ടിലാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ യാത്രയപ്പ് നൽകേണ്ടിയിരുന്നത്, അത് സ്വീകരിക്കാൻ ഏറ്റവും അർഹരായിരുന്നത് അവരായിരുന്നു. അവർക്കായിരുന്നു സ്വീകരണം നൽകേണ്ടത്. അവരുടെ കാൽ കഴുകാൻ പോലും യോഗ്യതയില്ലാത്ത ഈ സാധുവിനെ നിങ്ങൾ സ്വീകരിച്ച് ഇവിടുന്ന് പറഞ്ഞ് യാത്രയപ്പ് നൽകുമ്പോ, എന്നെ സന്തോഷിപ്പിച്ച് യാത്ര പറയുമ്പോ
ഞാൻ ഭയപ്പെടുന്നത് അവര് മുഖലിസീങ്ങളാണ്, മുത്തഖീങ്ങളാണ്, നിസ്വാർത്ഥരാണ്. അവരുടെ പ്രതിഫലത്തിൽ നിന്നും എല്ലാം അവര് ആഖിറത്തിലേക്ക് കൊണ്ടുപോയി. ഒന്നും ഇവിടെ നിന്ന് അവർ വാങ്ങിയിട്ടില്ല, ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ഈ സാധു എന്തെങ്കിലും ഇവിടെ കാട്ടിക്കൂട്ടി നിങ്ങൾ പറയുന്ന, പൊലിപ്പിച്ച് പറയുന്ന ഈ സേവനം, അതിനുള്ള പ്രതിഫലം ദുനിയാവിൽ നിന്ന് തന്നെ നിങ്ങൾ എനിക്ക് തന്ന, അവരൊക്കെ കടന്നുപോയ പാതയിലൂടെ അവർ പ്രവേശിക്കേണ്ട സുഖലോക സ്വർഗത്തിലേക്ക് ഈ സാധുവികൾ പ്രവേശിക്കാൻ എന്താണ് കൊണ്ടുപോകാനുള്ളത് എന്ന പേടി, അത് എന്നെ വളരെ അവസരപ്പെടുത്തുകയാണ്, സന്തോഷിപ്പിക്കുകയാണ്. പക്ഷേ നിങ്ങളുടെ സ്നേഹത്തിന്റെ മുമ്പിൽ ഞാൻ തോറ്റു പോവുകയാണ്. എന്താണ് ഞാൻ നിങ്ങൾക്ക് ചെയ്തത്? നിങ്ങൾക്ക് വേണ്ടി എന്താണ് ഞാൻ ചെയ്തത് എനിക്ക് മനസ്സിലാവുന്നില്ല. സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കൽബിലിട്ട് തന്ന മഹബ്ബത്ത്, ആ മഹബ്ബത്ത് നിങ്ങൾ പ്രകടിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുകമ്പയും മഹബ്ബത്തും ഇട്ട് തന്ന ആ അനുകമ്പ നമുക്ക് പറിച്ചു മാറ്റാൻ പറ്റില്ല. മറിച്ച് നിങ്ങളുടെ ദേഷ്യവും കോപവും വെറുപ്പും സമ്പാദിച്ച് ഞാൻ ഇവിടുന്ന് പോകേണ്ടി വന്നാൽ നിങ്ങൾക്ക് സ്നേഹം പകർന്നു തരാൻ എന്നെ കൊണ്ട് കഴിയൂല. സർവശക്തനായ റബ്ബുൽ ഇസ്സത്താണ് ഇതൊക്കെ നടത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിനയവും ഞാൻ അർഹിക്കുന്നതിനും അപ്പുറം നിങ്ങൾക്ക് എനിക്ക് തന്ന ബഹുമാനവും സ്നേഹവും സഹായവും ഒക്കെ എനിക്ക് നന്നാകാനുള്ള എന്റെ സൃഷ്ടി ജീവിതം നന്നാക്കാനുള്ള കാരണമാക്കി തരട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുകയല്ലാതെ ഈ സാധുവിന് നിങ്ങളോട് എന്ത് പറയാനാണുള്ളത്? ഈ മഹല്ലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനാഥമാക്കൂല. ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എത്തിക്കും. അങ്ങനെ ഒരാൾ പോയത് കൊണ്ട് ഒരു മഹല്ലിന്റെ ഭാവിക്ക് ഒരു നഷ്ടവും കോട്ടവും തട്ടൂല എന്ന് അത്തരം വാക്കുകൾ പറഞ്ഞവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വരെ ഒരു സഹോദരി നമ്മുടെ പറഞ്ഞത്, നിങ്ങൾ പോണീന്റെ മുന്നേ ഞാൻ മരിച്ചാൽ മതിയായിരുന്നു, മരിച്ചിട്ട് നിങ്ങൾ പോയാൽ മതിയായിരുന്നു, എന്തിനാണ് നിങ്ങൾ ഇവിടുന്ന് പോകുന്നത് എന്ന് വിലപിക്കുന്ന ഉമ്മമാര് പലരും കാരണം ചോദിക്കാറുണ്ട്. അതൊന്നും പറയേണ്ട സന്ദർഭമല്ല ഇവിടെ. എങ്കിലും ഞാൻ പോകുന്നത് ഖൈറ, നിങ്ങളെ വ്യസനിപ്പിക്കാൻ വേണ്ടിയല്ല, നിങ്ങളെ അനാഥമാക്കാൻ വേണ്ടിയല്ല ഞാൻ പോകുന്നത്. ഈ നാടിനോടുള്ള വെറുപ്പ് കൊണ്ടല്ല ഞാൻ പോകുന്നത്, ഈ നാട്ടുകാരോടുള്ള വെറുപ്പ് കൊണ്ടല്ല പോകുന്നത്, നിങ്ങളെ വെറുപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഇനി തുടർന്നാൽ ഒരു പക്ഷേ അത് ഉണ്ടാകുമെന്നുള്ള ആ ഭയപ്പാട് കൊണ്ടാണ് പോകുന്നത്. മറ്റൊന്നും എനിക്ക് ചോദിക്കാൻ, എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല, അതിന്റെ മറുപടി ഞാൻ പറയുകയുമില്ല. പക്ഷേ ഇപ്പോഴും ഇവിടെ നിന്ന് സന്തോഷത്തോടുകൂടി നിങ്ങൾ ഒരാൾക്കും നൽകാത്ത, ഈ നാടിന് നൽകാത്ത ആദരവോടെ സ്നേഹത്തോടു കൂടി എന്നെ പറഞ്ഞേക്കുമ്പോഴും എന്റെ കൽബിൽ ഉണങ്ങാത്ത മുറിവുകളുണ്ട്, ഉണങ്ങാൻ ഭംഗിയുള്ള മുറിവുകളുണ്ട്. പക്ഷേ ഞാൻ ആ മുറിപ്പെടുത്തിയ ആളുകളോട് പോലും പ്രതികരിച്ചിട്ടില്ല. അങ്ങനെ വിശദീകരിക്കുമ്പോൾ ആരെങ്കിലും വിട്ടുപോയാൽ അത് അവരോടുള്ള അനാദരവാണെന്ന് മനസ്സിലാക്കി അവരനുസ്മരിച്ചുകൊണ്ട് സർവശക്തനായ അല്ലാഹുവേ, അവർക്കർഹമായ പ്രതിഫലം നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യാണ്. ഇന്ന് കമ്മിറ്റിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എന്റെ വിശാലമായിരിക്കുന്ന എന്റെ ഇഖ്ലാസോടുകൂടെയുള്ള ആത്മാർത്ഥമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഉസ്താദിൻ്റെ മറുപടി പ്രസംഗത്തോടുകൂടി ഈ യോഗം അവസാനിച്ചതിന് ശേഷം ഇവിടെ ഈ മഹല്ലിലെ എല്ലാവരും ഉസ്താദിനോടൊപ്പം ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ഈ മഹല്ലിലെ ഒരു പ്രമുഖ വ്യക്തിയായ ടി.എ. അബ്ദുൾ റഷീദിൻ്റെ വീട്ടിൽ ഒരുക്കിയ വിപുലമായ ഭക്ഷണത്തോടു കൂടിയാണ് ഈ ഉസ്താദ് ഈ മഹല്ലിലെ പ്രവർത്തനം അവസാനിപ്പിച്ച് മറ്റൊരു മഹല്ലിലേക്ക് യാത്രയാവുന്ന CP അബൂബക്കർ ഫൈസിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പുതിയൊരു വീഡിയോയുമായി കാണുന്നതിലേക്കും നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.